ഇപ്പൊ മലപ്പുറത്ത് ഒരുപാട് മുഞ്ചത്തി പെൺകുട്ടികളെ കാണും, പക്ഷെ ഈ ആളെ തന്നെ മതി എന്ന് തീരുമാനിക്കാനുള്ള ഒരു റീസൺ എന്താണ്? വെച്ച് പൊക്കി പറയല്ലോ, ഒരു തെറ്റ് കണ്ടിട്ടില്ല അവളെ. ഒരാളെ പ്രേമിക്കാൻ പോവാ, ഒരാൾക്ക് ഫോം അല്ല ഒരു വായ്നോട്ടം. അതായത് ബസ്സില് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെ അറിയണോ, ആ മുന്നിൽ ഒരു കമ്പില്ലേ, നേരെ അയിമ പോയി കാണാൻ അയിമ വിളിച്ചാൽ നിൽക്കുള്ളൂ, ഇങ്ങോട്ടും നോക്കൂല. അന്നെ കാണാൻ പൂതിണ്ടേനോ, എന്റെ മനസ്സിൽ ഞാനുണ്ടേനോ, അന്നെ കേക്കാൻ കൊതിയുണ്ടേനോ, എന്റെ മാറില് ചാനിണ്ടേനോ. ഇപ്പൊ വേറെ മാന്റെ മോനാണെങ്കിലും വേറൊരു കാക്ക നമ്മൾ ഇന്റെ സ്വന്തം കാക്കാനെ വരിക കണ്ടിരുന്നത് എടുത്തു പോയി. ഞാൻ അങ്ങനെ ആണുങ്ങളെ എടുത്തിട്ട് ആദ്യമൊന്നും വീട്ടിൽ കയറുന്നേ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പൊ ആദ്യം വീട്ടിൽ വന്ന ടൈമില് ഫസ്റ്റ് നമ്മള് ആദ്യമായിട്ട് വീട്ടിൽ വന്ന ടൈമില് എനിക്ക് ഈറായിരുന്നു. എനിക്ക് ആണുങ്ങളെ പുറത്തുനിന്ന് വീട്ടിൽ വരുന്നൊന്നും എനിക്ക് അങ്ങനെ പറ്റും, അങ്ങനെ ഒരു ആളായിരുന്നു ഞാൻ. പിന്നെ ആളായിട്ട് ഇങ്ങനെ കമ്പനി ആയി കാക്കാന്നുള്ളൊരു ഞാൻ എടുത്തൊക്കെ പോയി ഇരിക്കൽ തുടങ്ങി. എനിക്ക് അത്രയും നമുക്കൊരു ഇതായോണ്ടാണല്ലോ അമ്മ പോയിരുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു അത്ഭുതമായിരുന്നു. ഞാൻ ഒരിക്കലും നടക്കും കരുതിയിട്ടില്ല, കാരണം ആദ്യം സമ്മതിച്ചില്ലല്ലോ. എനിക്ക് രാത്രി വിളിച്ചോണ്ട് വളപ്പിൻ പറഞ്ഞു, നമുക്ക് ഓള് ഓക്കെ പറഞ്ഞു, എന്റെ പേര് പറഞ്ഞതാ. ഞാൻ എന്താ രാവിലെ വിളിച്ചു നോക്കി 7 മണിയായപ്പോ. ആ സത്യമാണ് പറഞ്ഞു. ഞാൻ നേരെ മാനയും മൂത്തമാരെ വിളിച്ചാൽ മേം വിട്ടു. രാവിലത്തെ വിട്ടു എനിക്ക് വേഗം കൊടുത്തുകൊണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ചു വെച്ചു. ഒരാഴ്ച കൊണ്ട് മുട്ടടക്കൽ കഴിച്ചു. ഞങ്ങൾ അങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ്ങില്. ഞാൻ ആദ്യമൊക്കെ പറഞ്ഞിട്ട് ഒന്നും പറ്റില്ല, നമുക്ക് മനസ്സിലാക്കാം. ഞാൻ കെട്ടിപ്പിന്നത് കേൾക്കൂല എന്നൊക്കെ ഞാൻ എന്റെ പേരൊക്കെ നിലത്തിറക്കണം, ഇവിടെ കിടന്നോ എനിക്ക് വന്നാ മതി. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങള്. ഇതെന്താ സംഭവിച്ച, ഒന്നാമത് അപ്പൊ ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഫ്രണ്ട് കാണൂല, ആ ഒരു സീൻ എനിക്കുണ്ട്. ഞങ്ങളൊന്ന് മനസ്സിലാക്കണം, നിങ്ങക്ക് ഫ്രണ്ട് കാണൂല, ഈ 2 സൈഡ് മാത്രമേ കാണുള്ളൂ. ഉറക്കം വരും, കുറ്റം പറയാൻ പറ്റില്ല. മയത്ത് ഭയങ്കരമായ ഇവിടെ രാവിലെ ഇങ്ങനെ ആതിരപ്പള്ളി കൂടെ പോയിക്കാണ്ട് ഇങ്ങനെ രാത്രി ഇങ്ങനെ കറങ്ങാൻ വെച്ചാണ്. ഇവിടെ തന്നെ പോയപ്പോ അവിടെ എത്തിക്കാണ്ട് രാത്രി 10 ഉറങ്ങി തുടങ്ങിയ. അത് അന്ന് ഫുള്ള് മയത്ത്. ലാസ്റ്റ് ഞാൻ ഇവിടെ തട്ടം കെട്ടിട്ടെക്കുക. ലാസ്റ്റ് ഞാൻ മലപ്പുറത്ത് മറ്റേ പാലക്കാട് ബൈക്ക് നിർത്തിട്ട് കണ്ട് ബസ്സിൽ കയറ്റി വിട്ടു. ഞങ്ങൾ പിറ്റേ ഞാൻ ബൈക്കോടെ അവിടെ സ്റ്റാൻഡിലിട്ട് കണ്ട് നേരെ പോകുന്നു. ഞാൻ കണ്ടോ ശരിക്കും ആഫ്റ്റർ മാരേജ് എങ്ങനെയാ ശരിക്കും പ്രേമിച്ചതിന് ശേഷം? ഞാൻ അവളെ വിശ്വസിക്കുന്നുണ്ട്, അവളെ വിശ്വസിക്കും, അണ്ടർസ്റ്റാൻഡ്. പിന്നെ ചെറിയ ചെറിയ കച്ചറ ഏത് ഫാമിലി ഉണ്ടാവും, ഒരു രസമായിട്ട് ഇങ്ങനെ വെറുതെ ഭയങ്കര അണ്ടർസ്റ്റാൻഡ് ആണ്. ഞങ്ങൾ തെറ്റിയ 2 ദിവസമൊക്കെ പിടിക്കും. ഞങ്ങൾ എപ്പോഴും ഒന്നിച്ച് കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ അങ്ങനെ വിട്ടു നിന്നിട്ടില്ല. ഒന്നാമത് വീട്ടിലാരും ഇല്ലല്ലോ, എന്റെ അമ്മയും ആണല്ലോ, അപ്പൊ സംസാരിക്കാൻ വേറെ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. വേറൊന്ന് കമന്റ് ബോക്സിൽ വരലുണ്ട്, ബാബുവിനെ എപ്പോഴും ഇങ്ങനെ ഞങ്ങൾ ഒന്നിച്ചായോണ്ട് ഞാൻ കെട്ടിട്ടിരിക്കുകയാണ് എന്നൊക്കെ. ഇത് നമ്മൾ ഒന്ന് കെട്ടിയുള്ളത് വേറെ, നമ്മളെ കൂടെ വരുന്നത് വേറെ. നമ്മൾ പെണ്ണുങ്ങൾ വാങ്ങിട്ട് ഇറങ്ങാണ്ട് അങ്ങനെ ഒരു വൈൻഡിൽ കൊണ്ടുപോകുന്നതും നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവുക. നമ്മളൊന്നും അങ്ങോട്ട് പറയണ്ട എന്താ ഇല്ലാത്തത്, അങ്ങനെ ഒന്നും പറയാത്ത തന്നെ 24 മണിക്കൂർ നമ്മളെ കൂടെ തന്നെ ഒരു കണ്ടറി നിൽക്കുന്നത് വേറല്ലേ. എനിക്ക് അങ്ങനെയല്ല, എൻ്റെ A to Z കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യലുണ്ട്. ആൾതും അങ്ങനെ തന്നെ. ഞങ്ങൾ എന്തൊരു സംഭവം ഉണ്ടെങ്കിലും അതിനിരുന്ന് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ചെയ്യുക, അങ്ങനത്തെ ഞങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ അങ്ങനെ. ഒരു ഇഷ്ടം തോന്നി എന്ന് പറഞ്ഞല്ലോ, അപ്പം ലൈഫിൽ ഇപ്പൊ കല്യാണത്തിന് മുമ്പ് കല്യാണത്തിന് ശേഷം നോക്കിയ സമയത്ത് ഒരു ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി ചോദിക്കുകയാണെങ്കിൽ എന്താണ്? എനിക്ക് നല്ല കൊണ്ടടക്കും, എനിക്ക് കെയറിങ്. നമുക്ക് വേറെ എന്തില്ലെങ്കിലും കെയറിങ് ചെയ്താൽ നമുക്ക് ഭയങ്കര ഒരു ഇതാണെങ്കിൽ എന്നെ നല്ലോണം നോക്കും. നമുക്ക് എന്താ പറയാ, എനിക്ക് ഒരിക്കലും ഒരു ഭാരം ആ ഒരു ഉണ്ടാവില്ല, നമ്മളെ കെതിയെടുത്തൂല ഒന്നിനും. അങ്ങനത്തെ ഒരു ഇത് ആളതിലുണ്ട്, ഒരു ഹോം ഫീൽ ആണ് ആള്. ഒന്നാമത് എന്റെ വീട്ടിൽ ഞാനും ഓളും ഉമ്മയും ഇമ്മാന്റെ ഉമ്മയുള്ളൂ. ഞങ്ങൾക്ക് ഏത് നേരത്തും ഓക്ക് പരിന്ന് പുറത്തു പോകാൻ ഒരു പ്രശ്നമില്ല. ചില കുടുംബത്തിൽ ഞങ്ങൾ പറ്റില്ലല്ലോ, സമ്മതം ചോദിക്കണം, അങ്ങനെ വിഷയം. ഞങ്ങൾ ഏത് രാത്രി 12 മണിക്കാലും ഇമ്മാക്കൊരു പ്രശ്നമില്ല. അതന്നെ വളരെ ഒരു ലക്കാണ്, കാരണം ഏത് നേരത്തെ ഞങ്ങൾ അറിയിപ്പോവാ. ആദ്യം ചോദിക്കണം, പോട്ടെ. എന്റെ അമ്മ ഒടുക്കും ഓടിനും നോന്ന് ഒരു വാക്ക് പറഞ്ഞില്ല. നിങ്ങൾ പോണേ അമ്മ അസ്സലാമലൈക്കും പോവാട്ടെ, ആയിക്കോട്ടെ പോയി വരിട്ടാ. പോകുമ്പോ മറ്റേ ദിക്റെന്തോണ്ട് അത് ഞങ്ങൾ ചൊല്ലിയില്ലെങ്കിലും മൂപ്പരാളെ എടുത്തുനിന്ന് ചൊല്ലി തരും. അതിപ്പോ എൻ്റെ അമ്മ അങ്ങനെ തന്നെ. നമുക്ക് ഞങ്ങൾ 2 വീട് നമുക്ക് നല്ല എല്ലാത്തിനും കൂടെ ഉണ്ട്.
ആ ഒരു വൈബ്. അത് ഭയങ്കര ലക്ക. അത് ഓളെ വീട്ടിലായാലും എൻ്റെ വീട്ടിലായാലും ആ കാര്യത്തിൽ ഭയങ്കര ലക്ക. എൻ്റെ അമ്മക്ക് പിന്നെ വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയാണ്. അത് വരില്ല. ഇവിടെ അമ്മക്ക് അങ്ങനത്തെ മടിയൊന്നും ഇല്ല. എന്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇപ്പൊ ഓളെ അന്യത്തിന് കല്യാണ്ടായിരുന്നു. അതിൽ നല്ല ഡാൻസ് കളിക്കുന്നുണ്ട്. വെറുതെ ചാടി കളിച്ചാൽ അത് ഒരു പാട്ടിട്ടപ്പ് തുറന്നു ചാടിയുള്ളൂ. അത് അങ്ങനത്തെ ഒരു ചില ചെറുപ്പത്തിൽ അങ്ങനെയാണ്. ഓലെ ഫാമിലിക്കാരെ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് കിട്ടിയത്. എന്റെ ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ട ഇമ്മാനെ പുറത്തുനിന്ന് കാണുമ്പോ ഇമ്മ വേറെന്തോ മാതിരിയാ തോന്നും. പക്ഷെ ഇമ്മാനെ എടുത്ത് ഉള്ളിൽ ഭയങ്കര സങ്കടവും ഉള്ളിൽ ഭയങ്കര ഫീലിംഗുള്ള ആളാണ്. അങ്ങനെ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ പാട്ടൊക്കെ കേട്ട ഭയങ്കരമായിട്ട് ചാടും. അപ്പൊ ഞാൻ പറയും, ഞാൻ കല്യാണത്തിന് പറയും, നിങ്ങളൊരു അമ്മായിമല്ലേ അതിന് പറയും അതിനെന്താ പ്രശ്നം, മോളെ കല്യാണല്ലേ. തിരിച്ചു ചോദിക്കട്ടെ, ഈ ആളെ തന്നെ കല്യാണം കഴിക്കും. ഇപ്പൊ മലപ്പുറത്ത് ഒരുപാട് മൊഞ്ചത്തി പെൺകുട്ടികളെ കാണും അല്ലേ? പക്ഷെ ഈ ആളെ തന്നെ മതി എന്ന് തീരുമാനിക്കാനുള്ള ഒരു റീസൺ എന്താണ്? അത് ചോദിക്കും. ഞാനും കുറെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഉത്തരം പറയും. അതായത് ഞാൻ അവളെ കണ്ടിട്ട് ഒരു വളരെ വെച്ച് പൊക്കി പറയല്ലോ, ഒരു തെറ്റ് കണ്ടിട്ടില്ല അവളെ. ഒരാളെ പ്രേമിക്കാൻ പോവാ, ഒരാൾക്ക് ഫോം അല്ല ഒരു വായ്നോട്ടം. അതായത് ബസ്സില് നമ്മള് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെ അറിയണോ, ആ മുന്നിൽ ഒരു കമ്പില്ലേ, നേരെ അയിമ പോയി കാണാൻ അയിമ പിടിച്ചാൽ നിൽക്കുള്ളൂ. ആ മുന്നിൽ മറ്റേ പെട്ടിണ്ടല്ലോ അയിമല നിൽക്കുള്ളൂ. ഇങ്ങോട്ടും നോക്കൂല. സത്യം, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂല. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു, ഇങ്ങനത്തെ കുട്ടികളെ കണ്ടോ? ഞാൻ വെറുതെ പറയാം, സത്യമാണ് ഇതൊക്കെ. ഓളെ അറിഞ്ഞോൾക്കറിയാം. ആദ്യത്തെ അതില് ഇന്നായി. പിന്നെ തന്നെ ഓളെ സ്വഭാവം, പിന്നെ ഓളെ ഫാമിലി ഭയങ്കര ബോണ്ടാണ്, നമ്മളായിട്ട് ഭയങ്കര ബോണ്ടാ. അതിന് ഓളെ അനിയത്തിയായാലും അനിയന്മാരായാലും എനിക്ക് ഒരു ഇന്റെ അനിയന്മാരെയും ഇന്റെ അനിയത്തിയാലും ഓലെ കണ്ടു. മാത്രമല്ല നമ്മൾ സാധാരണ കല്യാണം കഴിച്ച ഹസ്ബൻഡ് വേറൊരു വീട്ടിൽ നിന്ന് വരികയാണല്ലോ, എന്തായാലും ഓർക്ക് നമ്മളെ വീട് എന്ന് പറയുമ്പോ അധികം കണക്ട് ആവൂല. വേറൊരു എന്തായാലും ഇത്ര ഒരു അകൽച്ച ചെറുതായി. മലപ്പുറത്ത് ഇപ്പൊ തിരിച്ചങ്ങോട്ട് തന്നെയാണോ? പെണ്ണിന്റെ വീട്ടിലാണോ? ഞങ്ങളുണ്ട് ബാബുവിന്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തേ ഓളെ വീട് മുണ്ടുപറമ്പാണ് ഇപ്പൊ താമസം. ഞാനിവിടെ പൂക്കൂട്ടൂരാണ്. ഞാൻ എപ്പോഴും പോയി കാണുന്ന വിഷയമല്ല. പുറത്തുള്ളതായാലും ഇങ്ങനെ വൈഫിന്റെ വീട്ടിൽ വന്നിക്കാന്ന് പറഞ്ഞാൽ ഓർക്ക് ഭയങ്കര ഷെയിമാണ്. അത് മാത്രല്ല ഒരു ഒറ്റപ്പെടല്, ഓർക്ക് ഭയങ്കര ബോറടി, അങ്ങനൊക്കെ ഉള്ള ഒരു മൈൻഡ്. പക്ഷെ ബാബുവിന് ഒരിക്കലും എന്റെ വീട് മാതിരിയാണ്. എന്റെ വീട് മാതിരി എനിക്ക് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ അന്യത്തിന് കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ തിങ്കളാഴ്ച കണ്ടില്ലേ, ഫുള്ള് ഞാനേനു കൊണ്ടുനടന്നു. ഫുള്ള് നിർത്തത്തെ നമ്മളെ തീരുന്നു. ഇവനില്ലാതെ ഒന്നുമില്ല. ഇമ്മ അയക്കൂല, ചീത്തറിയും. അങ്ങനെയാണ് ഞങ്ങളെ ഫാമിലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു മരോനി എന്നുള്ളൊരു ഇതില്ല അവിടെ. എന്തുണ്ടെങ്കിലും ആശുപത്രി പോകണമെങ്കിൽ പ്രോഗ്രാം ഞങ്ങൾ പോയല്ലോ. അപ്പൊ ഞാന് എന്റെ വണ്ടിയുടെ സർവീസിന് ടിക്കറ്റ് പെരുന്തൽമണ്ണ KVR. അപ്പൊ ഇവിടുന്ന് അളിയന്റെ വണ്ടി എടുത്ത ചെക്കൻ്റെ വണ്ടി എടുത്ത പോകണ്ട്, അനിയത്തിന്റെ ഹസ്ബൻഡിന്റെ. അപ്പൊ ഞാൻ ബാക്കിലിരുന്നു. ഞാൻ പറഞ്ഞു മുന്നിൽ നിങ്ങൾ ഇരുന്നോളൂ. ആറാള്. അപ്പൊ ഞാന് ഇവിടെ അനിയത്തിന് മുന്നിൽ ഇരുത്തിക്കാണ്ട് ചെക്കനെ വല്ല ചെറിയ അളിയെ കുട്ടി ഉണ്ട്, അച്ചു പറയും, ഓനെ മടി ഇരുത്തി കൊടുത്തു. അതില് കേട്ട് ഞാൻ ഇവക്ക് സൈഡ് സീറ്റ് വേണം, ഞാൻ ഈ സൈഡിൽ. അപ്പൊ നടുവിൽ വരുന്നു എനിക്ക് കമന്റ് ബോക്സ്, ആ തള്ളെന്തിനാ നടുക്കേരിക്കുന്നത്? ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം തന്നെ ഇല്ല. ഞങ്ങള് ഓളമ്മായിട്ട് ഞാൻ കണ്ടിട്ടില്ല, എന്റെ അമ്മായിട്ട് ഞാൻ കാണുള്ളൂ. അതില് കുറെ കമന്റ് ബോക്സില് ആ തള്ളെന്തിനാ ഓലെ നടുക്കേരിക്കുന്നത്? അങ്ങനത്തെ ഒരു പക്ഷെ നമുക്ക് ചില ചിലപ്പോ ഉമ്മ അത് വായിക്കുമ്പോ അങ്ങനെ പറയണ്ടേ. ഇമ്മ അങ്ങനെ എന്നെ കണ്ടത്, എന്റെ ഒരു മോനമാര് കണ്ട്. പിന്നെ മാത്രം എന്റെ അമ്മ എന്ന് പറഞ്ഞ ബാബുവിന്റെ സ്വന്തം അമ്മാന്റെ പോലെ. ബാബുവിന് അങ്ങനെ തന്നെ, എന്റെ അമ്മക്കും അങ്ങനെ തന്നെ. എന്റെ അനിയത്തി എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ കാണാൻ തുടങ്ങിയതാ ഇവനെ. അതുകൊണ്ട് നമ്മളിപ്പോ മടിയിരിക്കും. ഞങ്ങൾ അങ്ങനെയാണ്. അപ്പൊ നിങ്ങക്ക് കുറച്ചു നമ്മളെ ഫാമിലിയിൽ വന്ന് നിന്നാലേ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അല്ല, വേണ്ടിന്റെ കല്യാണത്തിന്റെ തലേന്ന് ഞങ്ങള് സാധനം വാങ്ങാണ്ടി മഞ്ചേരി പോയി. അപ്പൊ നിന്ന് കാല് ഞാൻ അങ്ങനെ ഇരുന്ന് കസാല കിട്ടിയപ്പോൾ ഇരുന്നു. ഓള് നേരെ ഇവിടെ മടി ചെയ്തിരുന്നു. ഓളൊക്കെ റീലാക്കി നോക്കി വിഷയമില്ല. കാരണം ഓള് എന്നെ ഒരു ഭർത്താവായിട്ട് കണ്ട് കമന്റ് ബോക്സ് ഫുള്ള് കമന്റ് ബോക്സില് ചില ആൾക്കാർ പറയണത്താ അളിയന്റെ മടിക്കിരിക്കാൻ പാടില്ലോ, അളിയന്റെ മടിക്കേരി എന്തൊക്കെ ഫുള്ള് കമന്റ്. അത് ഓക്കും പ്രശ്നമില്ല, എനിക്കും പ്രശ്നം, ഞങ്ങളെ ഫാമിലിക്കും പ്രശ്നം. ഞങ്ങൾ എങ്ങനെയാന്ന് എല്ലാവർക്കും അറിയാം. ബാബുവിന് സ്വന്തം അനിയത്തി എങ്ങനെയാണ്? അനിയത്തി എന്നല്ല, കാരണം അത്ര ഒരു നമ്മൾ ടൂറൊക്കെ പോകുമ്പോ ഒന്നിച്ച് ബാബു പുറത്തുള്ളൊരു ഫീൽ ഉണ്ടാവില്ലല്ലോ ബാബു. അങ്ങനെ പറഞ്ഞ് പിന്നാലെ കൂടി. പക്ഷെ ഇവര് പറഞ്ഞിട്ടൊന്നുമല്ല എന്റെ ഉള്ളിൽ
ആ ഇതായത് ഒരു വീഴ്ചയിൽ അത് അനിയത്തി മനഃപൂർവ്വം ചെയ്തതാണോ ഇവർ പ്ലാൻ ചെയ്താണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. സത്യമായിട്ട് ഞാൻ അത് പറഞ്ഞു. എനിക്ക് ആ ഒരു വീഴ്ചയില് നമുക്ക് എന്താ പറയാ എന്തോ തോന്നി. അതിന് ശേഷം എനിക്ക് ഭയങ്കര നാണം. അതുവരെ ഇല്ലാത്ത എന്തായാലും കുഴപ്പമില്ല, കാരണം ഒരു ഡ്രസ്സ് ഇട്ടാലും അങ്ങനെ നടക്കും. മാക്സി ആണെങ്കിൽ തിരുമണ മാക്സി ആണെങ്കിലും അങ്ങനെ നടന്നിരുന്ന ഞാൻ. പിന്നെ വരുമ്പോ നമുക്ക് ഒരു നല്ല പോലെ ആവണം കാണുമ്പോ എന്നുള്ളൊക്കെ ഒരു മൈൻഡ്. ഇത് കാണുമ്പോ ഒരു ചെറിയൊക്കെ ഞാൻ പക്ഷെ അതൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഞങ്ങളിപ്പോ ഞങ്ങളെ മുട്ടാടുക്കൽ കഴിഞ്ഞിട്ടാണെങ്കിലും സാധാ മാതിരി ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു മനസ്സിന്റെ ഉള്ളിൽ. എന്നാലും കാണുന്നുണ്ടെങ്കിലും ആദ്യത്തെ ആ ഒരു എടുത്തു പോയിരിക്കല് അതൊന്നും പിന്നില്ല. സത്യം ഈ ഒരു മാറ്റം ഫീൽ ചെയ്യല്ലോ. ഇതുവരെ ഇല്ലാത്ത ഒരാൾ ഒരുങ്ങിയിട്ടൊക്കെ വരുന്നു, ചിരിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോ എന്താ അങ്ങനെ നല്ലോ ഒരുങ്ങിങ്ങാണ്ടൊന്നും നിൽക്കൂല. ഒരുങ്ങി വന്നല്ലോ. പക്ഷെ എന്നിട്ട് കാണുമ്പോ ചെറുമായിരൊക്കെ ഒന്ന് ഇങ്ങനെ അത്ര കോലം കെട്ടിക്കാണ്ടൊന്നും നിൽക്കൂല. മറ്റേത് ഇന്റെ മുന്നിൽ എങ്ങനെ വരും. സാധാരണ ഇപ്പൊ നമ്മള് പെരിയ ഡ്രസ് ഉണ്ടാവുമല്ലോ ലേഡീസ് ഒക്കെ എങ്ങനെ വരും അറിയാം. ഓളിന്റെ ഒരു ആങ്ങളാണ്. പുറത്തുള്ള മൈരല്ല നമ്മള് വീട്ടിൽ മാക്സ് ഒക്കെ ഇട്ടുകാണ്ട് ചിലപ്പോ കീറിയിട്ടൊക്കെ ഉണ്ടാവും. അതൊന്നും നമുക്കൊരു പ്രശ്നമില്ല. ഇപ്പൊ വേറെ അമ്മാന്റെ മോനാണെങ്കിലും വേറൊരു കാക്ക നമ്മ ഇന്റെ സ്വന്തം കാക്കാനെ മൈരാൻ കണ്ടിരുന്നത് എടുത്തു പോയി. ഞാൻ അങ്ങനെ ആണുങ്ങളെ എടുത്തിട്ട് ആദ്യമൊന്നും വീട്ടിലേക്കാണ് കയറുന്നേ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനത്തെ ഒരാളെയാണ് ഞാൻ. പുറത്തുനിന്ന് ഒരാളാണെങ്കിലും മൂത്ത് നോക്കാനും ഒരു നമ്മളോട് വർത്താനം പറയുമ്പോൾ എനിക്ക് ദേഷ്യമാണ്. ഇപ്പം ആദ്യം വീട്ടിൽ വന്ന ടൈമിൽ ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് വീട്ടിൽ വന്ന ടൈമിൽ എനിക്ക് ഈറായിരുന്നു. എന്തിനും വന്നു ദേഷ്യം. എനിക്ക് ആണുങ്ങൾ പുറത്തുനിന്ന് വീട്ടിൽ വരുന്നൊന്നും എനിക്ക് അങ്ങനെ പറ്റും. അങ്ങനെ ഒരു ആളായിരുന്നു ഞാൻ. പിന്നെ ആളായിട്ട് ഇങ്ങനെ കമ്പനി ആയി കാക്കാന്നുള്ളൊരു ഞാൻ എടുത്തൊക്കെ പോയി ഇരിക്കൽ തുടങ്ങി. എനിക്ക് അത്രയും നമുക്കൊരു ഇതായോണ്ടാണല്ലോ അമ്മ പോയിരുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു. ശരി, അവര് ഒരു അത്ഭുതമായിരുന്നു. ഞാൻ ഒരിക്കലും നടക്കും കരുതിയിട്ടില്ല. കാരണം ആദ്യം ഒന്നും സമ്മതിച്ചില്ലല്ലോ. എനിക്ക് രാത്രി വിളിച്ചോണ്ട് വളപ്പിൻ പറഞ്ഞു നമുക്ക് ഓള് ഓക്കെ പറഞ്ഞു എന്റെ പേര് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞില്ല. ഇവിടെ ഇപ്പൊ ഞാൻ എന്താ രാവിലെ വിളിച്ചു നോക്കി ഏണിയപ്പോ സത്യമാണ് പറഞ്ഞു. ഞാൻ നേരെ മനയും മൂത്തമാരെ വിളിച്ചാൽ മേം വിട്ടു. രാവിലത്തെ വിട്ടു. എനിക്ക് വേഗം കൊടുത്തുകൊണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ചു വെച്ചു. ഒരാഴ്ച കൊണ്ട് മുട്ടടക്കൽ കഴിച്ചു. സത്യം ഒരു ഗ്യാപ്പില്ല. അതിന് മുമ്പ് അത് ഉറപ്പിച്ച ശേഷം എത്ര നാൾ ശേഷം കല്യാണം കഴിഞ്ഞേ? 1 ഇയർ പ്രേമിച്ചു. പ്രേമിച്ചില്ല, നമ്മളൊന്നാമത് അങ്ങനെ ഒരു വൈബില് അങ്ങനെ തന്നെ ആയിരുന്നു പോയത്. എന്നാലും ഒരു പ്രേമം ടച്ച് ഇല്ലേന്നു. അങ്ങനെ ഇല്ല. നമ്മള് വിളിക്കും കാര്യങ്ങളൊക്കെ അപ്പോഴും ഞങ്ങൾ അങ്ങനെ ഒരു ബോണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഒരു കാക്കാന്നുള്ള സ്ഥാനത്ത് നിന്ന് പെട്ടെന്ന് മാറുമ്പോ ഉണ്ടാവണ ആ ഒരു ഞാൻ ഓട് പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് എപ്പോഴാ എന്റെ ഒരു ഹസ്ബൻഡായി കാണാൻ കഴിയണ്. അപ്പൊ കണ്ടാ മതി. ഞങ്ങൾ അങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ്ങില്. ഞാൻ ആദ്യമൊക്കെ പറഞ്ഞിട്ട് ഒന്നും പറ്റും നമുക്ക് മനസ്സിലാക്കാം. ഞാൻ കെട്ടുപിന്നത് കെടുപ്പില്ല ഞാൻ എന്റെ പേരൊക്കെ നിലത്തിറങ്ങണം. എവിടെ കിടന്നോ എനിക്ക് വന്നാ മതി. അങ്ങനെയൊക്കെ അങ്ങോട്ട് മാറി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ വൺ സൈഡ് ആയിട്ട് സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഇപ്പം ആ സമയത്തും ഇവിടെ മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ, ആള് നോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ആ ഒരു പ്രണയം സക്സസ് ആവും എന്നൊരു പ്രതീക്ഷ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. അത് സക്സസ് ആവും. അതാണ് ഞങ്ങൾ കുറെ ആൾക്കാർ ഇപ്പൊ വൺ സൈഡ് പ്രേമം കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? എന്നെ പരിശ്രമിച്ചാൽ വിജയിക്കും. വായിത്താൽ നടക്കാൻ വിടണ്ടാന്ന്. ഞാൻ എല്ലാം കരഞ്ഞിക്കണ്. അങ്ങ് ഇവിടെ ബുദ്ധിമുട്ടാണ് കാര്യം. എനിക്ക് ചില കയ്യിലട്ടോ ആരെങ്കിലും ഒന്ന് കാണാൻ വന്നാല് കാണാൻ വരും. ഇവള് സമ്മതിക്കൂല. ബ്രോക്കർമാർ കാണാൻ ഇങ്ങനെ ഇവളെ ഒടിഞ്ഞ് കണ്ടുകാണ്ട് ചെക്കന്മാരെ കണ്ട് ബ്രോക്കർമാരെ പറഞ്ഞേക്കും. അതില് ഞാൻ പറയും ഞാൻ വിളിച്ച കാര്യം ഇപ്പത്തിന് കെട്ടിപ്പോണ് എനിക്ക് വയസ്സായിട്ടില്ലല്ലോ എടുക്കു പോണ്. ഇവള് എന്താട്ടി. പിന്നെ അത് മാത്രല്ല എനിക്കില്ലേ എന്റെ അമ്മനോട് ഫസ്റ്റ് ഞാൻ ചോദിച്ച ടൈമില് എന്റെ അമ്മ പറഞ്ഞു. ഞാൻ പിന്നെ 10ാം ക്ലാസ് ആ ഒരു 10ലൊക്കെ ലാസ്റ്റ് ആയപ്പോഴാണ് ചോദിക്കണേ ഉമ്മാനോട്. അതിലുമ്മ പറഞ്ഞിരിക്കണ് എന്നോട് ചോദിച്ചാൽ നടക്കൂലെന്ന് പറഞ്ഞിട്ടേക്ക് എന്റെ അമ്മ പറഞ്ഞല്ലോ ഞാൻ പ്രായപൂർത്തിയായിട്ടില്ലേ ഓള് പ്രായപൂർത്തിയായിട്ടില്ല പറഞ്ഞല്ലോ. അപ്പൊ എന്തായാലും പിന്നെ കുട്ടി ചെറിയ കുട്ടിയാണല്ലോ അതുകൊണ്ട് വിട്ട് പറഞ്ഞു. പിന്നെ എന്നോ ഞാൻ ആയത് അറിഞ്ഞു. അതില് പിന്നെ ചോദ്യം പിന്നെയും തുടങ്ങി. അതില് പിന്നെയും തുടങ്ങി. അതില് പിന്നെ ഇന്നെ അറിയിക്കൂല, എന്നോട് മുണ്ടൂല. ഇമ്മ ഇങ്ങനെ ഇടക്കിടക്ക് വന്നുകാണ്ട് എന്നോട് ഇങ്ങനെ പറയും ബാബു നല്ലതല്ലേ നമ്മളെ വീട്ടിൽ ഇങ്ങനെ മൂട്ടി വിടും. എങ്ങനെയും പറഞ്ഞ സമ്മതിപ്പിച്ചു പോണ്ടേ നമുക്ക് കല്യാണം കഴിച്ചാൽ ഫുള്ള് ട്രിപ്പല്ലേ.
ശരിക്കും ട്രിപ്പ് ഒക്കെ കൊണ്ടുപോകാറുണ്ടോ ചോദിക്കട്ടെ? സത്യം ഞങ്ങളിപ്പോ ഇപ്പൊ കുറച്ച് എന്താണ് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ഇപ്പൊ കല്യാണമൊക്കെ ആയതുകൊണ്ട് ബ്രേക്ക്. ഞങ്ങളിപ്പോ ഡൽഹി ആഗ്രഹമൊക്കെ പോയിന്ന് അന്ന് ഞങ്ങൾ ഇതേപോലെ എവിടെയും പ്രമോഷൻ വരുമ്പോ ഇപ്പൊ നാളെ ഇവിടെ ഇമ്മ വരണ്ടിരുന്നു, ഉമ്മ അനിയൻ, ഞങ്ങൾ എല്ലാവരും കൂടെ ഫാമിലി മൊത്തം പോയി. ഏതോ നമ്മളെ സൂറത്തിൽ പോയതാണ്. അതിൽ പിന്നെ ഡൽഹി മൊത്തം കറങ്ങി വന്ന്. പിന്നെ അത് മാത്രമല്ല നമ്മള് ബൈക്കുമേല് ഞങ്ങൾ ഒരുപാട് മൂന്നാർക്കൊക്കെ ഞങ്ങളിപ്പോ ഏകദേശം ഒരു 3 മാസമേ കാർ എടുത്തിട്ട് പിന്നെ ഫുള്ള് ബൈക്ക് മേലും 4 ദിവസം 5 ദിവസം ട്രിപ്പൊക്കെ പോകും. മൂന്നാറ് അങ്ങനെ കമ്പന്തേനി. പക്ഷെ ഇപ്പൊക്കെ ഒരു പ്രശ്നമുണ്ട്, ഉറങ്ങും. പക്ഷെ രാത്രി ഇട്ടാ നട്ട പാത്രം ഏറായാല് എനിക്ക് അതിലൊരു വൈബൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ നിൽക്കും. ഇതെന്താ സംഭവിച്ചാൽ ഒന്നാമത് ബാബു ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഫ്രണ്ട് കാണൂല. ആ ഒരു സീൻ എനിക്കുണ്ട്. അങ്ങനൊന്ന് മനസ്സിലാക്കണം. എനിക്ക് ഫ്രണ്ട് കാണൂല, ഈ 2 സൈഡ് മാത്രമേ കാണുള്ളൂ. ഉറക്കം വരും, കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ഓക്കെ മയത്താരി ഉറങ്ങും. മയത്ത് ഭയങ്കര മഴ. അന്ന് വയനാട് നമ്മളെ മറ്റേ ഇവിടെ സ്ഥലത്തിന് പേരായിരുന്നു വയനാടാണോ ഉരുൾപൊട്ടി ലാസ്റ്റ് പൊട്ടിയില്ലേ വയനാട്. അന്ന് ഞങ്ങള് ഇവിടെ ഉള്ളത് മറ്റേ മൂന്നാറല്ലാത്ത ആതിരപ്പള്ളി. ഞങ്ങളന്ന് 1 ഡേ ട്രിപ്പ് അടിച്ചാണ്. ഇവിടെ രാവിലെ ഇങ്ങനെ ആതിരപ്പള്ളി കൂടെ പോയിക്കാണ്ട് ഇങ്ങനെ രാത്രി ഇങ്ങനെ കറങ്ങാൻ വെച്ചാണ്. ഇവിടെ തന്നെ പോയപ്പോ അവിടെ എത്തിക്കാണ്ട് രാത്രി 10 ഉറങ്ങാൻ തുടങ്ങിയ. അത് അന്ന് ഫുള്ള് മയത്തു. ലാസ്റ്റ് ഞാൻ ഇവിടെ തട്ടടുത്താണ് കെട്ടിടക്കുക. ലാസ്റ്റ് ഞാൻ മലപ്പുറത്ത് മറ്റേ പാലക്കാട് ബൈക്ക് നിർത്തിയിട്ട് കണ്ട് ബസ്സിന് കയറ്റി വിട്ടു. ഞങ്ങൾ ഞാൻ ബൈക്ക് അവിടെ സ്റ്റാൻഡിലിട്ട് കണ്ട് നേരെ പോകും. ഞാൻ കണ്ടോ കാരണം സുബീക്ക് ഇറങ്ങിയിരിക്കണ് ക്ഷീണമുണ്ട്. ഈ വണ്ടിമല്ലേ, കാറിലാണെങ്കിൽ AC ഉണ്ട്, മുന്നിങ്ങനെ കാണാം, നമ്മൾ ഇത്രയും ഇരിക്കും. പക്ഷെ ഇത് ബൈക്ക് അങ്ങനെയല്ല. എനിക്ക് ഫ്രണ്ട് കാണില്ല, ഈ സൈഡ് ഇങ്ങനെ ഇരിക്കണേന്റെ ഒരു അതിരില്ലേ. നിന്നോക്കണം. ഞാൻ ഇപ്പൊ ഹീൽ ഇട്ടിട്ടാണ്. എനിക്ക് ആദ്യമൊക്കെ ഹീലിടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ എപ്പോഴും ഹീൽ ഇട്ടിട്ട് പിരാന്ത് പിടിക്കൽ തുടങ്ങി. ഞാൻ ഇപ്പൊ ചെരുപ്പെടുക്കാൻ പോയാല് ഏറ്റവും ഹീൽ ഏതാന്ന് ചോദിച്ചിട്ട് നടക്കാം. ഇതിപ്പോ റീൽസിലൊക്കെ കാണാറുണ്ട്, ഈ ഹൈറ്റ് കൂടിയ ഹൈറ്റ് കുറഞ്ഞ കപ്പിൾസിന്റെ ക്യൂട്ട് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അവരൊരു ബെസ്റ്റ് കപ്പിൾസ് ആണെന്നൊക്കെ പറയാറുണ്ട്. സോ എങ്ങനെയാ നിങ്ങൾ ശരിക്കും ഈ ഹൈറ്റ് കൂടിയ ഹൈറ്റ് കുറവ് കപ്പിൾസിന്റെ ഒരു കോംബോ എങ്ങനെയാ? കോംബോ നമ്മളങ്ങനെ റീൽസ് കപ്പിൾ റീൽസ് ഒന്നും വീഡിയോ എടുക്കാൻ ടാസ്ക് ആണ്. കാരണം ചില വീഡിയോ എടുക്കാനില്ല. പിന്നെ കപ്പിൾസ് ആയിട്ടുള്ള അങ്ങനത്തെ റീലുകളുണ്ടല്ലോ, അങ്ങനത്തെ നമ്മൾ ഇതുവരെ അങ്ങനെ ഇട്ടിട്ടില്ല. ട്രൈ ചെയ്തോക്കെ രസമുണ്ടാവും. സോങ് കിട്ടും മറ്റേ അങ്ങനത്തെ. ഒന്നാമത് അറിയാം നമുക്ക് എടുത്ത് ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കല. നമ്മൾ പുറത്തേക്ക് പ്രൊമോഷൻ പോകുമ്പോ മാത്രം ആരെങ്കിലും ഒക്കെ കൂട്ടാം. പിന്നെ നമ്മളിപ്പോ ഒരു ടൂർ പോവാണെങ്കിൽ നമ്മൾ ഒറ്റക്കാം. പുറത്തുനിന്ന് ഒരാളുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ റീൽ എടുത്തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ റീലേ ഇല്ല. ഓക്കെ, ഇനി നമുക്കൊരു കപ്പിൾ ഒരു ചാലഞ്ച് ഒരു വീഡിയോയിലേക്ക് പോയാലോ? നിങ്ങൾക്കൊരു ഗെയിമാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. എനിക്ക് നിങ്ങൾ എത്ര വർഷമായി കല്യാണം കഴിച്ചിട്ട്? ഇപ്പൊ എത്ര വർഷമായി? 6 വർഷം. ഈ 6 വർഷം ഈ പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ട് നമ്മുടെ ലൈഫില് കല്യാണത്തിന് ശേഷമുള്ള ജീവിതം ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. അന്ന് പല കാര്യങ്ങളും പറയുന്നത് കല്യാണത്തിന് ശേഷം പലരും പാലിക്കാറില്ല എന്ന് പറയും. ഇപ്പൊ കുറെ പേര് കല്യാണത്തിനേ താല്പര്യം ഇല്ല എന്ന് പറയാറുണ്ട്. ശരിക്കും ആഫ്റ്റർ മാരേജ് എങ്ങനെയാ? ശരിക്കും പ്രേമിച്ചതിന് ശേഷം ലൈഫ് എങ്ങനെയാ? നമ്മളിപ്പം ഇമാജിൻ ചെയ്യുന്നതും റിയൽ ലൈഫിലേക്ക് വരുന്ന രണ്ടായിരിക്കുമല്ലോ. സോ ഒരു ഹാപ്പി ആയിട്ടാണ് നിങ്ങളിപ്പോൾ സംസാരിക്കുമ്പോഴും നിങ്ങളൊരു ഫ്രണ്ട്സ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യണേ. ശരിക്കും അങ്ങനെ ഒരു ഇത്ര വർഷം ഹാപ്പി ആയിട്ട് പോകുന്നതിൻ്റെ ഒരു രഹസ്യം എന്താ? അല്ലെങ്കിൽ അതിന് നമുക്കൊരു ഒരു ആഫ്റ്റർ മാരേജ് ഒരു നമുക്കായിട്ട് പുതിയതായിട്ട് മാരേജിന് പോകുന്ന ആൾക്കാർക്ക് ഒരു മെസ്സേജ് കൊടുക്കണമെങ്കിൽ അണ്ടർസ്റ്റാൻഡ്. ഞാൻ അവളെ വിശ്വസിക്കേണ്ടത് അണ്ടർസ്റ്റാൻഡ്. പിന്നെ ചെറിയ ചെറിയ കച്ചറ ഏത് ഫാമിലി ഉണ്ടാവും രസമായിട്ട് ഇങ്ങനെ വെറുതെ ഭയങ്കര അണ്ടർസ്റ്റാൻഡ് ആണ്. തെറ്റ് 2 ദിവസമൊക്കെ പിടിക്കും. ചിലപ്പോ ഒരു കഴിയും. എന്ത് അങ്ങനല്ല, പാട്ടാണോ? ഒരു ദിവസം കൊണ്ട് കഴിയും. അങ്ങനല്ല ഇങ്ങനെയൊക്കെ പറയാറില്ല. ഒരു ദിവസം കൊണ്ട് ആ പ്രശ്നം നമ്മൾ സോൾവ് ആക്കണം. ചിലപ്പോ ഞാൻ വന്ന് ഇങ്ങോട്ട് മുണ്ടും, ചിലപ്പോ ഞാൻ അങ്ങോട്ട് പോയി മുണ്ടും. ചിലപ്പോ നല്ല പ്രശ്നമാണെങ്കിൽ 2 ദിവസം തല്ലുണ്ടാകും. കുറച്ച് പിന്നെ ഞങ്ങൾക്ക് വല്ലാതെ തെറ്റി നിൽക്കാൻ കഴിയില്ല. ഞങ്ങൾ എപ്പോഴും ഒന്നിച്ച കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ അങ്ങനെ വിട്ടു നിന്നിട്ടില്ല. ഒന്നാമത് വീട്ടിലാരും ഇല്ലല്ലോ, എന്റെ അമ്മയും ആണല്ലോ. അപ്പൊ സംസാരിക്കാൻ വേറെ ആരും ഇല്ല, ഞാൻ മാത്രല്ലേ ഉള്ളൂ. മിണ്ടിയേ വെച്ചുള്ളൂ. പിന്നെ എപ്പോഴും ഞങ്ങള് പുറത്തന്നെയാണ്, എല്ലാവർക്കും ഉസ്മാണ്. ഫ്രണ്ട്സിന്റെ ഒക്കെ പരാതിയാണ്, ഇന്നത്തിനും കിട്ടലില്ല. മറ്റേത് എനിക്ക് 24 hours ഞാൻ വലപ്പേനു. ഈ ഒന്നാമത് ഈ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇവിടെ കയറാം.
അവർക്ക് ഭയങ്കര പരാജയം. പിന്നെ വേറൊന്ന് കമന്റ് ബോക്സിൽ വരലുണ്ട്, ബാബുവിനെ എപ്പോഴും ഇങ്ങനെ ഞങ്ങൾ ഒന്നിച്ചായോണ്ട് ഞാൻ കെട്ടിട്ടിരിക്കാണ് എന്നൊക്കെ. ഇത് നമ്മൾ ഒന്ന് കെട്ടിയുള്ളത് വേറെ, നമ്മളെ കൂടെ വരുന്നത് വേറെ. അല്ലേ? നമ്മള് പെണ്ണുങ്ങൾ വാങ്ങിട്ട് ഇറങ്ങാണ്ട് അങ്ങനെ ഒരു മൈൻഡിൽ കൊണ്ടുപോകുന്നതും നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവുക, നമ്മളൊന്നും അങ്ങോട്ട് പറയണ്ട എന്താ ഇല്ലാത്തത് അങ്ങനെ ഒന്നും പറയാത്ത തന്നെ 24 മണിക്കൂർ നമ്മളെ കൂടെ തന്നെ ഒരു കണ്ടറ് നിക്കണത് വേറല്ലേ? ഓരോടിപ്പം അത് പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയില്ല. അവരൊന്ന് ദിലുവിന്റെ സാരിത്തുമ്പിലാണ് ബാബു. കാരണം ഞാൻ പോണോടത്തൊക്കെ ഉണ്ട്. ഞാൻ ഇറങ്ങുകയാണെങ്കിലും ബാബുവിന് ഇപ്പൊ ഞാൻ പുറത്തേക്ക് പോയിട്ട് ഡ്രസ്സ് എടുക്കാനാണെങ്കിലും ഞാൻ വേണം, ഞാൻ ഇല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് കാട്ടിത്തരും. ഒന്നാമത് അങ്ങനെയാണ്. പിന്നെ പറഞ്ഞോ ഞങ്ങൾ രണ്ടാളോ അപ്പൊ ഞാൻ ഒറ്റക്ക് പോയാൽ ഞാൻ വീഡിയോ എടുക്കൂല, ഓൾ ഒറ്റക്ക് പുറത്തേക്ക് പോകണ്ട് ഒരു വീഡിയോ എടുക്കൂല, ഞങ്ങൾ രണ്ടാകുമ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുള്ളൂ. അപ്പൊ ഈ കാണുന്ന ആൾക്കാർ ഫുള്ള് ഞങ്ങളൊപ്പം കാണുന്നുണ്ട്. ഞാൻ പിന്നെ എപ്പോഴും വീഡിയോയിലേ കാണുള്ളൂ, അല്ല നമ്മൾ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ പോകണ ഞാൻ വീഡിയോ എടുക്കൂലല്ലോ. ബാബു ഫ്രണ്ട്സിന്റെ കൂടെ ഇപ്പൊ ഇടക്കൊക്കെ ഇങ്ങനെ ട്രിപ്പ് പോകും. ഇടക്ക് ഇപ്പൊ കൊറേ ആയിട്ടില്ല കേട്ടാ, ഇപ്പൊ കുറച്ചു മുന്നേ ഇങ്ങനെ കഴിഞ്ഞാണ്ട് ഞാൻ പക്ഷെ അങ്ങനെ പുറത്തേക്ക് എനിക്ക് ഫ്രണ്ട്സ് അങ്ങനെ ഇല്ല. ഞാൻ അങ്ങനെ ഫ്രണ്ട്സ് പറഞ്ഞല്ലോ, ഫ്രണ്ട്സ് ആയിട്ട് അധികം ഇങ്ങനെ വെക്കാത്ത ആളാ. എനിക്ക് മെസ്സേജ് ചെയ്യാനൊക്കെ ഭയങ്കര ഇതാണ്. മെസ്സേജ് കൂടെ ഉണ്ടല്ലോ. അതായത് ഇവളെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കും, ഇവിടെ ഇപ്പൊ വാട്സപ്പ് എടുത്ത് നോക്കൂല. അപ്പൊ ഞാൻ കാര്യം ഇങ്ങനെ എന്റെ വാട്സപ്പ് മെസ്സേജ് വന്നിങ്ങനെ ഓള് കരുതും ഇജ്ജ് കുറച്ച് എന്നെ നാളെ അറിയും തോന്നുന്നു, എനിക്ക് ജാടയാണ് തോന്നും. ഇവള് പറയും ഞാൻ കാണായിട്ടാണ്, ഓക്ക് അത് ഉണ്ടായിട്ടല്ല. അത് മാത്രല്ല ഞാൻ കാണാഞ്ഞിട്ട് ചിലത് കാണാറില്ല. ഞാൻ ചാറ്റും എനിക്ക് ഒന്നാമെന്ന് പറഞ്ഞാൽ ഈ ചാറ്റ് ഇങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകലോ, എന്താ പറയേണ്ടത് സത്യമായിട്ട് അങ്ങനത്തെ ഒരു അറിയാത്ത ഒരാളാണ് ഞാൻ. നമ്മള് ഒരു ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആകുമ്പോൾ നിൽക്കാതെ വർത്താനം വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഈ ചാറ്റിൽ കൂടെ ഇങ്ങനെ ആൾക്കാരെങ്ങനെ പിടിച്ച് നിർത്തല് അറിയില്ല. പിന്നെ വേറെ ഉണ്ട്, നമുക്ക് ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ഉണ്ടാവുമ്പോൾ ആളായിരിക്കും പിന്നെ ലോകം. ആളൊരു ബെസ്റ്റ് ഫ്രണ്ട്, നിങ്ങൾ ഫ്രണ്ട്സും കൂടെയാണല്ലോ. സോ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ആള് കൂടുതൽ ഗേൾസ് പൊതുവെ അങ്ങനെ കാണാം. ഒരു ഹസ്ബൻഡ് ബെസ്റ്റ് ഫ്രണ്ട് കണ്ടാൽ പിന്നെ അതായിരിക്കും. പറയാനൊന്നും ഒരാളില്ലാതെ നമ്മളെ മറ്റുള്ളവർക്ക് നമ്മൾ പോവാം. എനിക്ക് അങ്ങനെയല്ല, എന്റെ A to Z കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യലുണ്ട്. ആൾക്കും അങ്ങനെ തന്നെ. ഞങ്ങൾ എന്തൊരു സംഭവം ഉണ്ടെങ്കിലും അതിന് ഇരുന്ന് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ചെയ്യാ, അങ്ങനത്തെ ഞങ്ങൾ എന്ത് പ്രശ്നമാണെങ്കിലും ഞങ്ങൾ അങ്ങനെ. അതുകൊണ്ട് നമുക്ക് ബാബുവിനാണെങ്കിലും ഓഡിയോകളും കാര്യങ്ങളും ഇല്ല. എനിക്കും ഞങ്ങൾ രണ്ടാളി ഫോണിന്റെ ലോക്ക് ഒന്നാ ഒക്കെ ഒന്നാ. ഇപ്പൊ ഇൻസ്റ്റ രണ്ടാളത്തിലുണ്ട്, ഞങ്ങൾ വാട്സപ്പ് രണ്ടാളത്തിലുണ്ട്. ചില ആൾക്കാർ ഇപ്പൊ നമ്മളെ ഈ ബിസിനസ് വാട്സപ്പ് ഉണ്ട് രണ്ടാളത്തിലുണ്ട്. അത് എല്ലാരും വിചാരബളാണെന്നാ ഇത് കണ്ട ആൾക്കാരൊക്കെ മെസ്സേജ് ഞാനാണ് അയക്കുക. ഇപ്പൊ ഇന്നലെ ഇതേമാതിരി ഒരു പെണ്ണ് ഇതേമാതിരി ഹായ് അറിയിച്ചു. നമ്മളെ അറിയാത്ത ആൾക്കാരല്ലേ. ഞാൻ പറഞ്ഞു അറിയില്ല, ഞാൻ പറഞ്ഞു നിങ്ങളെ ഫോളോവറാണ് അറിയും. ആഹാ പറയൂ വർത്താനൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ഇവിടെ ഫോട്ടോ ഒന്ന് അയച്ചു ചോദിച്ചു. ഗേൾസ് തന്നെയാണ്. ഞാൻ പറഞ്ഞു ഫോട്ടോ എന്തിനാ അയച്ചു കൊടുക്കൂലല്ലോ, ഫോട്ടോ എന്തിനാ, ഞങ്ങളെ ഫോട്ടോ ഓൾറെഡി ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്, അതിന് കണ്ടാൽ പോരെ. നിങ്ങൾക്ക് ഫോട്ടോ അയക്കാൻ ഭയങ്കര ജാടയല്ലേ. അപ്പൊ ഞാൻ ചോദിച്ചു ഈ ഒരു പെണ്ണല്ലേ എന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തരുമോ, ഞാൻ ഓളെ ഹസ്ബൻഡാണ്, എനിക്ക് അയച്ചു തരുമോ, ഞാൻ വേറെ ആർക്കും അയച്ചു കൊടുക്കുമോ, അത് എന്റെ ഹസ്ബൻഡിന് പറ്റുമോ ചോദിച്ചു. ഓൾറെഡി ഞങ്ങളെ ഫോട്ടോ എല്ലാത്തിലും പിന്നെ ആവശ്യമില്ലല്ലോ. ഈ പദവാണെങ്കിൽ തന്നെ നമ്മളെ ഫ്രണ്ട്സിനെ ഇപ്പൊ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഇടാണെങ്കിൽ ഒരു ഇൻസ്റ്റേ പോയി സ്ക്രീൻഷോട്ട് എടുത്ത് കണ്ടാ വെക്കാം. നമ്മൾ ആർക്കും അയച്ചു കൊടുക്കില്ല. ഇവര് വന്നുകാണ്ട് നമുക്കും ജായി ഭയങ്കര സങ്കടം എനിക്ക് കേട്ടപ്പോ. ഭയങ്കര ജാടയാണല്ലോ, നമ്മളൊരു അറിയാത്ത ഒരാളാണ്. ഒരു ഫോട്ടോ അയച്ചു എന്താ പ്രശ്നം, എന്തിനാ ഫോട്ടോ എന്തിനാ. അപ്പൊ ചില ആൾക്കാര് മെസ്സേജ് തന്നെ പറയട്ടോ, നിങ്ങള് മാത്രമാണ് ഞങ്ങൾക്ക് റീപ്ലൈ തന്നത്, വേറെ ഒരാളും റീപ്ലൈ തരില്ല. ഭയങ്കര സന്തോഷം, നിങ്ങൾ റീപ്ലൈ തന്നല്ലോ. ഞങ്ങളാർക്കും കുറെ റീപ്ലൈ കഴിയില്ല, കാരണം ഒരുപാട് മെസ്സേജ് വരും. വാട്സപ്പിലൊക്കെ ആയിട്ട് എല്ലാവർക്കും റീപ്ലൈ കൊടുക്കും. കൂടുതലും ഇങ്ങനെ വർത്തമാനം പറയില്ല, അങ്ങനെ കാര്യങ്ങൾ പറയാനും. ലേഡീസ് ആണെങ്കിൽ ഓള് മെസ്സേജ് സംസാരിക്കും, ബോയ്സ് ആണെങ്കിൽ ഞാൻ സംസാരിക്കും. എല്ലാവരും ഭയങ്കര സന്തോഷം. എന്തെങ്കിലുമൊക്കെ കോയിത്തരം വരാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ആണേ കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു ടൂൺ ഇങ്ങനെ മാറി വരുമ്പോ ബാബോ ഞാൻ ഇങ്ങനെ ചെയ്യലേ, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാബോ ഇതിന്റെ ഇത് ശരിയില്ല അതിന് പിന്നെ ബാബു റെസ്പോണ്ട് ചെയ്തു. പക്ഷെ അത് കൊള്ളാട്ടോ, നിങ്ങളോട് സംസാരിക്കുമ്പോൾ നമ്മളെ ഒരു ബോണ്ടിങ് മനസ്സിലാവുന്നുണ്ട്. സോ അത് കറക്റ്റ് ആണ്. എന്നാലും ഞാനൊരു ഗെയിമിലേക്ക് കൊണ്ടുപോവാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും രണ്ടുപേരെ കുറിച്ച്, അപ്പൊ അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ വീട്ടിൽ ദേഷ്യപ്പെടാറുള്ളത്? ഞാൻ പറയട്ടെ. പറ. ബാബു. ബാബു ഉണ്ടാതിരിക്കുക.
എനിക്ക് വേറെ ദേഷ്യം വരും. പക്ഷെ ഞാൻ ഇതാവും ചോദിച്ചു. പക്ഷെ ദേഷ്യം വരുന്ന അറിയോ, വേറെ ഒന്നിനും അധികം ദേഷ്യം വരില്ല. എന്റെ മുഖം കേറിയ ദേഷ്യം. എനിക്ക് എന്റെ ലൈഫിൽ ഏറ്റവും ദേഷ്യമുള്ള കാര്യം തരണോ, ഇവിടെ ഈ മോറിങ്ങനെ കുയിന്ത് പിടിച്ചിരിക്കുമല്ലോ. കുയിന്തെന്ന് പറയാൻ അതായത് നമുക്ക് സങ്കടം ഉണ്ടെങ്കിൽ പറഞ്ഞ തീരും. ഇവിടെ പറയാതെ എനിക്ക് സങ്കടം വന്നാൽ ടെൻഷൻ ഉണ്ടാക്കും. അങ്ങനത്തെ ഒരു ഇതുണ്ട് എനിക്ക്. ഞാൻ പറഞ്ഞാ കരയും. ഞാൻ സങ്കടം പെട്ടിരിക്കുന്ന ടൈമില് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് തീരുന്നതിന് മുന്നേ ഞാൻ കരയും. അപ്പൊ എന്ത് ചെയ്യും, ഞാൻ മുണ്ടാതെ നിൽക്കും. ഞാൻ ഓൾഡ് പറയാം, എനിക്ക് എന്തുണ്ടെങ്കിലും പറഞ്ഞാ എന്നോട് പറഞ്ഞാൽ മതി. എനിക്ക് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കണത്, ഇങ്ങനെ ദേഷ്യപ്പെട്ട് എനിക്ക് ഇഷ്ടമില്ല. അതിന് മാത്രമേ ലൈഫിൽ അച്ഛനുള്ളൂ. അതിലിപ്പോ ഞാൻ ഇപ്പൊ ദേഷ്യപ്പെടണമെന്നില്ല, ഞാൻ കുറച്ച് നേരം സൈലന്റ് ആയാൽ തന്നെ നമ്മളൊന്ന് സൈലന്റ് ആവും. ഗേൾസ് എന്താ അറിയോ, നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വിഷമ ദേഷ്യം നമ്മൾ സൈലന്റ് ആവും. സൈലന്റ് ആവും. അതല്ല എപ്പോഴും ഇങ്ങനെ ചിരിച്ച് ഒപ്പം നിൽക്കുന്ന ആള് പെട്ടെന്ന് സൈലന്റ് ആകുമ്പോൾ അങ്ങനെ എനിക്ക് എന്തെങ്കിലും തോന്നുന്നു, എന്താ മുകളിൽ പെട്ടെന്ന് സൈലന്റ് ആയി, എന്താ പ്രശ്നം? അപ്പൊ ഞാൻ പറയും, എനിക്ക് പറയാൾ എന്നോട് പറഞ്ഞോ, അപ്പൊ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോ ചെറിയൊരു കാര്യം കാരണം അപ്പൊ ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല. ഞാൻ കുറെ തിങ്ക് ചെയ്യണം, ഓവർ തിങ്കിങ്. ഒരു ആദ്യം മൈഗ്രേറ്റ് കണ്ടിരുന്നു, അത് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇവിടുന്ന് ആലോചിച്ചാൽ അമേരിക്ക എത്തും. ഒരു കാര്യം ഉണ്ടാവില്ല, ഇങ്ങനെ ആലോചിച്ചാണ് ഇങ്ങനെ എവിടെയൊക്കെ എത്തും. എന്താ സംഭവിച്ചുമ്പോൾ ഒന്നുമില്ല, ഒന്നും ഉണ്ടാവില്ല. ഞാൻ ചിലപ്പോ എന്തെങ്കിലും ആലോചിക്കാം. ഇപ്പൊ പറഞ്ഞ മാതിരി തന്നെ എന്തെങ്കിലും ആലോചിച്ചാലും എവിടെയെങ്കിലും എത്തിണ്ടോ, ഞാൻ അങ്ങനെ ഇരിക്കും. അതിൽ എന്താ തിലോ, ഒന്നുമില്ല ബാബു, എന്താ തിലോ, ഒന്നുമില്ല, എന്തെങ്കിലും പറയണ്ടോ. ഞാൻ അതേമാതിരി നമ്മള് വണ്ടിയിലൊക്കെ വരുമ്പോ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആലോചിക്കും. ഒന്നും ഉണ്ടാവില്ല, ചെറിയ കാര്യം ഉണ്ടാവുള്ളൂ. ഇപ്പൊ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയൊരു മൈനസ് എന്തെങ്കിലും ചീത്ത എന്തെങ്കിലും പറയണ്ട, അതിനൊക്കെ അപ്പൊ പറഞ്ഞാൽ മതി. പറഞ്ഞാൽ നമുക്ക് സംസാരിച്ച് തീർക്കാം. എനിക്കത് ഭയങ്കര സങ്കടമാണ്. കാരണം ഓള് ആ ടെൻഷൻ ആയിട്ട് നിൽക്കരുത്. അപ്പൊ ഞാൻ എന്റെ മനസ്സിലാവും, ഞാൻ ഇന്റെ പോന്നിട്ട് ടെൻഷനാണ്. എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ എനിക്ക് ഭയങ്കര സങ്കടം വരും. അപ്പൊ ഞാൻ ലാസ്റ്റ് ഞാൻ നല്ല ചീത്ത അറിയും. അപ്പൊ ശരിയാവും, നല്ല ഫിറ്റ് ആവും. ഇങ്ങനത്തെ സമയത്ത് ഞാൻ തലേക്കുന്ന നമ്മളെ റീലുണ്ട്, തല്ലുണ്ടാക്കുന്ന ടൈമില് വൈഫും ഉണ്ടാക്കുമ്പോ ഹസ്ബൻഡ് നല്ല ഹാപ്പി ആയിട്ട് ജോളി ആയിട്ട്. ഇത് നേരെ തിരിച്ചാ, ഞാൻ മുണ്ടാ നിന്നാ ഒരു മനുഷ്യനോട് മുണ്ടൂല. ഞാൻ ഇപ്പൊ അടുത്ത് കണ്ട റീലാട്ടോ. അപ്പൊ തല്ലുണ്ടാക്കിണ്ടെങ്കിൽ വൈഫും ഉണ്ടാക്കണേ, ഹസ്ബൻഡ് നല്ല ജോളി ആയിട്ട് ഹാപ്പി. പക്ഷെ ഞാൻ ആ ഒരു ടൈമിൽ ആലോചിക്കാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളിൽ വേറെ നേരെ തിരിച്ചാ. ഞാൻ മുണ്ടാ നിന്നുണ്ടെങ്കില് ഒരു മനുഷ്യനോട് മുണ്ടൂല, എല്ലാരോടും ദേഷ്യന്റെ അമ്മ എന്നിട്ട് പറയും. ഞങ്ങൾ ഇവിടെ വീട്ടിൽ പോകുമ്പോളേ ഇവിടെ കുയിന്ത് വരണ്ട മൊത്തം അത്ഭുതം. അതായത് ഇവിടെ ഉണ്ടാകുന്ന പിന്നെ എനിക്കും വിഷമം വരും. പിന്നെ ആകെ അത്ഭുതരോടെ കൂട്ടില്ല. ഞങ്ങൾ രണ്ടാളും വൈബൈക്കാൻ പോകുമ്പോഴാണ് ആ കുടുംബത്തിന് സന്തോഷം. എന്റെ അമ്മ പറയും, എന്തോ എന്റെ മകൻ പെട്ടെന്ന് മറക്കും. അത് ഞങ്ങൾ രണ്ടാളും 2 വൈക്കേ കറി വരാ, എന്തെങ്കിലും ഉണ്ടാവും, ആരോടും പറയില്ല. പക്ഷെ എന്താ തിലോ തല്ലുണ്ടാക്കിയോ. കാരണം എന്റെ മോൻ കണ്ടാലും ബാബുവിന്റെ മുഖത്തുനിന്ന് പിടിക്ക. എന്റെ മോൻ ഞാൻ നല്ലപോലെ ചെല്ലണമെങ്കിൽ ബാബുവിന്റെ മുഖത്തുനിന്ന് പിടിക്കും. കാരണം ബാക്കി എല്ലാരോടും ദേഷ്യകാരം. ഞാൻ മുണ്ടാൻ നിന്നാല് ബാക്കിയുള്ളവരോട് ദേഷ്യം, ആരോടും മുണ്ടൂല. അത് അവിടെ ആണെങ്കിലും അങ്ങനെ തന്നെ പറയും. ബാബുവിന്റെ അമ്മ ഞങ്ങൾ കിച്ചണിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ബാബു അധികം കിച്ചണിക്ക് വരൂല, സൈലന്റ് കാരം. അല്ലാതെ ഞങ്ങൾ ഇങ്ങനെ ഭയങ്കര ഒച്ചിമ്പോ എടുത്തിട്ടാ വീട്ടിൽ നടക്കും. അതില് സൈലന്റ് കാരം പറഞ്ഞു, ഇജ്ജ് ബാബു തല്ലുണ്ടാക്കിയില്ലായിരിക്കും. ഇല്ലല്ലോ എന്ത്. പിന്നത്തെ ബാബു അങ്ങനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റും ബാബു ഞാൻ തല്ലുണ്ടാക്കുകയാണെങ്കിൽ. ഫസ്റ്റ് മൂപ്പരൊക്കെ ദേഷ്യം വരും. ആളുടെ ഹാപ്പിനെസ് ഇവിടെയാണ് അല്ലേ, ഇവിടെ ഓക്കെ അല്ലെങ്കിൽ ഇവിടെ ഓക്കെ അല്ല. അത് കറക്റ്റ് ആണ്. ഓക്കെ, അടുത്തത്, ഈ ഷോപ്പിങ്ങിന് പോയാൽ ഏറ്റവും കൂടുതൽ സമയം കളയുന്നത് ആരാ ഈ കൂട്ടത്തില്? ആണോ? ഓളന്നെ. അതായത് ഇവക്കൊരു സ്വഭാവം ഉണ്ട്. ഇപ്പൊ ഞാൻ ഷോപ്പിംഗ് പോയത് എനിക്ക് ഒന്നാമത് ഞാന് ഡ്രസ് കിട്ടിയാൽ മതി, സൈസ് കിട്ടിയാൽ തടിച്ചു പോരും. കാരണം അധികം ഷോപ്പിലും ഈ പ്ലസ് ഉണ്ടാവില്ല. അപ്പൊ ഞാനൊക്കെ എനിക്കൊന്ന് ഏകദേശം കൊണ്ടാ മതി. കൊണ്ടുകൊണ്ട് കുറച്ച് കോലുണ്ടെങ്കിൽ നടക്കും. ഓൾഡ് ചോദിച്ച ഒരു അഭിപ്രായം പറയും, വളരെ ഓക്കണിമ എടുക്കും. ഇവക്ക് അങ്ങനല്ല, ഇവക്ക് പറ്റൂല. അതായത് ഇപ്പൊ മലപ്പുറത്ത് പോയാല, മലപ്പുറത്ത് ഒരു തലക്കന്ന് കടിയിൽ ഇങ്ങനെ തപ്പിക്കാണ്ട് വൈകുന്നേരം വരെ തപ്പിക്കാണ്ട് ലാസ്റ്റ് അറിയാം ഫസ്റ്റ് കണ്ട കട ഉണ്ടല്ലോ അവിടെ ഒന്നും ഉണ്ടായിരുന്നു പറയും. എനിക്കിങ്ങനെ അതിങ്ങനെ ഇപ്പൊ ലാസ്റ്റ് കല്യാണത്തിന് വേണ്ടി ഞങ്ങൾ കോഴിക്കോട് നിന്ന് ഡ്രസ്സ് എടുത്ത് രാമേട്ടരുന്ന്. അതില് നല്ല ഇഷ്ടപ്പെട്ടു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ ഡ്രസ്സ്, നല്ല ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് കല്യാണത്തിന് 2 ദിവസം മുന്നേ ഇവളോട് ഇവളെ അനിയത്തി പറഞ്ഞു, അത് രസമില്ലാറ് അടച്ചോരെ തൊയിലില്ല. പിന്നെ അത് മാറ്റാൻ രസമില്ല, അത് അങ്ങനെയാണ് ഇങ്ങനെ. ഞാൻ പറഞ്ഞു ഇതിലും നല്ല രസമുണ്ട്. ഓല് ഡയറക്റ്റ് കണ്ടിട്ടില്ലല്ലോ.
അപ്പൊ ലാസ്റ്റ് ഇപ്പൊ കല്യാണത്തിന് വന്നപ്പോ എല്ലാരും ഹാപ്പി. നല്ല രസമുണ്ടല്ലോ, ആൾ കറക്റ്റ് അറിയാം. അപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം നല്ലൊരു ബ്രൈഡിന്റെ അങ്ങനത്തെ ഒരു ടൈപ്പ് ഡ്രസ് ചെയ്യുന്നത് നമ്മൾ നല്ല ഹെവിയാ. അപ്പൊ പെണ്ണും ഞാൻ ഏതാ പുതിയ കണ്ടു റെഡ് ആണോ? റെഡ് ആ ഞാൻ കണ്ടായിരുന്നു. ഇതാണ് മറ്റേ കളറാ, റെഡ് അല്ല, മെറൂൺ ആയിരുന്നു. പക്ഷെ രസമുണ്ടായിരുന്നത്. ഓള് മാണ്ടറാണ്. ഞാൻ പറഞ്ഞു അത് മതി, നല്ല രസമുണ്ട്. കാരണം ചടപ്പിച്ചവര് എന്ത് ചെയ്യുന്ന ഇവർക്കൊക്കെ എടുക്കാൻ പോയപ്പോ നിലുവിന്റെ ഡ്രസ്സ് പോരാ, എല്ലാരും കൂടെ വന്നല്ലേ ആ ഒരു ബ്രൈഡ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമ്മള് റെന്റലാ നോക്കിയിരുന്നത്, കൊളാബ എങ്ങാണ്ട് നോക്കിയിരുന്നത്. കാരണം അത്ര ഹെവി ഡ്രസ് ഒരു ദിവസത്തിന് വേണ്ട, യൂസ് ചെയ്യാനും പറ്റില്ല. ഞാൻ എന്താണ് ഇലാരിയെന്ന് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കൊളാബ എങ്ങാണ്ട് കിട്ടുമല്ലോ. സത്യം പറയാൻ എനിക്ക് ഡ്രസ്സ് എടുത്തിട്ട് കാലം കുറേ സത്യമായിട്ടും അറിയില്ലല്ലോ നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ അയച്ചു ഡ്രസ്സ് അയച്ചു തരുന്നോണ്ട് എനിക്ക് കൊറേ ആയി ഡ്രസ്സ് എടുത്തിട്ട്. ഞാൻ കഴിഞ്ഞ പെരുന്നാക്ക് സങ്കടം പറഞ്ഞിട്ട് ഞാൻ എടുപ്പിച്ചു. സത്യം ഇപ്പൊ ബാബുവിന് മാത്രമേ ഡ്രസ്സ് എടുക്കലേ, ബാബുവിന്റെ കൊളാബ് ഡ്രസ്സ് ഇപ്പൊ നമ്മൾ ചോദിച്ച് ചെയ്യിപ്പിക്കുമ്പോ അങ്ങനെ ഇതാക്കും. ഒന്നാമത് നോർമൽ സൈസ് അല്ലല്ലോ ആളത്, അപ്പൊ അതുകൊണ്ട് നമുക്ക് കൊളാബ് അങ്ങനെ എല്ലായിടത്തും ഉണ്ടാവൂല. പക്ഷെ എനിക്ക് അങ്ങനെ കൊളാബ് കൂടുതൽ ഡ്രസ്സ്. അപ്പൊ എനിക്ക് പൂതിയായിട്ട് കഴിഞ്ഞ പെരുന്നാക്ക് ഞാൻ എടുപ്പിച്ചു. നീ ഈ പെരുന്നാക്ക് എടുപ്പിക്കും ഇറക്കാം. എനിക്കൊരു പൂതി ആവല്ലോ ഒരു ഷോപ്പിങ്ങിന് പോയി ഡ്രസ്സൊക്കെ എടുക്കണത്, സത്യം. അപ്പൊ ഷോപ്പിങ്ങിന്റെ ഇതില് ഞാൻ തന്നെയാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അല്ലേ? എടുക്കാൻ പോകുമ്പോ ചുറ്റിപ്പിക്കും കുറച്ച് വട്ടം കറക്കും. ഓക്കെ.